ഹായ് എവരി വൺ, വെൽക്കം ടു ഡയറ്റ് ലാബ്. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ ഡയറ്റ് വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഒരുപാട് പേരും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ബെല്ലി ഫാറ്റ്. ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് ഏതെല്ലാം ടൈപ്പ് ഫുഡുകളാണ് നമ്മുടെ ഡെയിലി ഡയറ്റിൽ യൂസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ബെല്ലി ഫാറ്റ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഹൈ പ്രോട്ടീൻ ഡയറ്റ് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോട്ടീൻ ഫുഡുകൾ കഴിക്കുമ്പം നമുക്ക് വയറ് നിറഞ്ഞ ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ക്രേവിങ്സ് കുറയും, മറ്റുള്ള ഫുഡുകൾ കഴിക്കാനുള്ള ടെൻഡൻസി നമുക്ക് കുറയുകയാണ് ചെയ്യുന്നത്. മെയിൻലി നമുക്ക് ബെല്ലി ഫാറ്റ് കുറയ്ക്കുകയും വേണം, നമുക്ക് ബോഡിക്ക് ക്ഷീണം വരാനും പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഹൈ പ്രോട്ടീൻ റിച്ച് ഫുഡുകൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പ്രത്യേകം പറയുന്നത്. വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനാണ് എഗ്ഗ്. എഗ്ഗ് എന്ന് പറയുന്നത് റിച്ച് ഇൻ പ്രോട്ടീനാണ്. അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂട്ടത്തിൽ രാവിലെ ഡെയിലി 2 എഗ് വൈറ്റ് എടുക്കുന്നത് നമുക്ക് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊളസ്ട്രോളൊക്കെ കൂടി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എഗ്ഗിൻ്റെ ആ ഒരു യെല്ലോ പാർട്ട് നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് വൈറ്റ് മാത്രമായിട്ട് ഡെയിലി നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നത് വളരെ നല്ലതാണ്. അടുത്തൊരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ചിക്കൻ ബ്രസ്റ്റാണ്. ചിക്കൻ ബ്രസ്റ്റ് എന്ന് പറയുന്നത് ഹൈ പ്രോട്ടീനാണ്, അതുപോലെ തന്നെ വളരെ ലോ ഫാറ്റും കൂടെ ആണ്. ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് നോക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നത് വളരെ നല്ലൊരു ഓപ്ഷനായിരിക്കും. ഫിഷസിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് സാൽമൺ ഫിഷ്. സാൽമൺ ഫിഷ് എന്ന് പറയുന്നത് റിച്ച് ഇൻ വൈറ്റമിൻ ഡി ആണ്. അതുപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ധാരാളം അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാറ്റി ഫിഷാണ് നമുക്ക് സാൽമൺ. അതുപോലെ തന്നെ നമുക്ക് ട്യൂണ ഫിഷ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. മെയിൻലി ചൂര നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. അടുത്തൊരു ബെസ്റ്റ് ഓപ്ഷനാണ് പനീർ അല്ലെങ്കിൽ ടോഫു. പനീറോ ടോഫു ഏത് വേണമെങ്കിലും നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. രണ്ടും പ്രോട്ടീൻ റിച്ച് ആണ്. അതുപോലെ തന്നെ നമുക്ക് വയറ് നിറഞ്ഞ ഫീലാണ് ഇത് രണ്ടും കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അടുത്തായിട്ട് ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് ഹൈ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാം. അടുത്തൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ക്വിനോവ. ക്വിനോവ എന്ന് പറയുന്നത് ഹൈ ഇൻ ഫൈബറാണ്. ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് പല ഡിസീസ് കണ്ടീഷനും വളരെ നല്ലൊരു ഓപ്ഷനാണ് ക്വിനോവ. മെയിൻലി നമ്മുടെ ഹാർട്ട് ഡിസീസ് കണ്ടീഷന് നല്ലൊരു ഓപ്ഷനാണ്. BP കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓപ്ഷനാണ്. ഡയബറ്റിക് കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസിനൊക്കെ ഒരു നല്ലൊരു ഓപ്ഷനാണ് ക്വിനോവ. അവർക്ക് ചോറിന് പകരം നമുക്ക് ക്വിനോവ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. അടുത്തായിട്ട് നമുക്ക് ഓട്സ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ റോൾഡ് ഓട്സ് ആണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അടുത്തായിട്ട് ഹോൾ ഗ്രെയിൻസ് എല്ലാം തന്നെ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇതെല്ലാം ഹൈ ഫൈബറാണ്. മെയിൻലി നമുക്ക് നമ്മുടെ ഗോതമ്പ് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് റവ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്, റാഗി ഇൻക്ലൂഡ് ചെയ്യാം. ഇതെല്ലാം ഹൈ കണ്ടൻറ്റ് ഓഫ് ഫൈബേഴ്സാണ് അടങ്ങിയിട്ടുള്ളത്. ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് നോക്കുന്നവർ ഇതെല്ലാം തന്നെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്. അടുത്തായിട്ട് ഫ്രൂട്ട്സിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ആപ്പിൾ. ആപ്പിൾ എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻസ് ആണ്. അതുപോലെ ധാരാളമായിട്ട് ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനാണ് ആപ്പിൾ. അതുപോലെ തന്നെ ബെറീസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ബെറീസ് ആണോ അത് ഏത് വേണമെങ്കിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഡ്രൈ ബെറീസ് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ്. അടുത്തൊരു ഓപ്ഷനാണ് വാട്ടർമെലൺ. വാട്ടർമെലൺ എന്ന് പറയുന്നത് 95% അതിനകത്ത് വാട്ടർ കണ്ടൻ്റ് ആണ്. പിന്നെ അതിനകത്ത് ധാരാളമായിട്ട് ഹൈ ഫൈബേഴ്സും അടങ്ങിയിട്ടുണ്ട്. ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനിലൊരു ഫ്രൂട്ടാണ് വാട്ടർമെലൺ. അടുത്തായിട്ട് അവക്കാഡോസ് ഇൻക്ലൂഡ് ചെയ്യാം. അവക്കാഡോസ് എന്ന് പറയുന്നത് റിച്ച് ഇൻ ഹെൽത്തി ഫൈബേഴ്സും അതുപോലെ ഹെൽത്തി ഫാറ്റ്സും ആണ് അതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിൽ നമുക്ക് ബ്രെഡ് ടോസ്റ്റൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് അവക്കാഡോസ് ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുന്നതൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. അടുത്തായിട്ട് നമുക്ക് ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഗ്രീൻ ടീ. ഗ്രീൻ ടീ എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ചും കൂടെയാണ്. നമ്മുടെ ഓവറോൾ ബോഡി ഹെൽത്തിന് വളരെ ഒരു നല്ലൊരു ഡ്രിങ്കാണ് ഗ്രീൻ ടീ. മെയിൻലി നമ്മുടെ ബെല്ലി ഫാറ്റിനെ റിഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഗ്രീൻ ടീ ഡയറ്റിൽ ഡെയിലി ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. അടുത്തൊരു ഫാറ്റ് ബേണിംഗ് ഡ്രിങ്കാണ് ടർമറിക് ടീ. ടർമറിക് ടീ എന്ന് പറയുന്നത് ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഓവറോൾ നമ്മുടെ ബോഡിക്ക് നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ ടർമറിക് ടീ. അതിനകത്ത് ഒരു പിഞ്ച് ഓഫ് സിനമൺ കൂടെ ഇട്ട് കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു പ്രോപ്പർ മെറ്റബോളിസം ഒക്കെ നടക്കാനായിട്ട് നമ്മുടെ സിനമൺ നല്ലൊരു ഓപ്ഷനാണ്. ഇതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വാട്ടർ. വാട്ടർ എന്ന് പറയുന്നത് 2 to 3 liters ഓഫ് വാട്ടർ ഡെയിലി നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ മെറ്റബോളിസം ഒക്കെ കറക്റ്റായിട്ട് നടത്താനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് എക്സസൈസ് ഒരു 20 to 30 minutes ഓഫ് എക്സസൈസ് നമുക്ക് ഡെയിലി നമ്മുടെ റൊട്ടീനിൽ നമുക്ക് ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞിരിക്കുന്ന ഫൈബർ റിച്ച് ആയിട്ടുള്ളതും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡെല്ലാം തന്നെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ബെല്ലി ഫാറ്റ് കുറയ്ക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഡയറ്റ് കൺസൾട്ടേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ മെസ്സേജ് അയച്ച് അപ്പോയിൻമെൻറ്റ്സ് എടുക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ഉടൻ തന്നെ ഞാൻ ഡയറ്റിൻ്റെ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. ദിസ് ഇസ് ഡയറ്റീഷ്യൻ പ്രിയങ്ക സൈനിങ് ഓഫ്.